ദുബായ് ആണോ യു കെ ആണോ നല്ലത്? ഇങ്ങനൊരു കമ്പാരിസൺ പൊതുവെ ഇപ്പൊ നടക്കാറുണ്ട്. അപ്പോൾ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ ദുബായിൽ ഒരു സാധാരണക്കാരൻ, ഏത് സാധാരണക്കാരനും ദുബായിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ യു കെയിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല. കാരണം യു കെയിൽ ഒരു മീല് പുറത്തുനിന്ന് റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കണമെങ്കിൽ ഒരാൾക്ക് മിനിമം 10 to 15 പൗണ്ട് ആവും. കോവിഡിന് ശേഷം 3 ഇരട്ടിയാണ് ഇവിടുത്തെ വിലകളൊക്കെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള സാഹചര്യത്തിൽ ഈ 15 പൗണ്ട് ഒരു റെസ്റ്റോറന്റിൽ ഇപ്പോൾ ഒരു മീൽ കഴിക്കാൻ 15 പൗണ്ട് എന്ന് പറഞ്ഞാൽ 60 ദിറംസ് ആണ്. ദുബായിൽ ഒരു ഫുൾ കോഴ്സ് സദ്യ കഴിക്കാൻ 7 ദിറംസ് മുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ യു കെ അല്ല ഇപ്പോഴത്തെ യു കെ. യു കെയിൽ എക്സ്പെൻസ് കൂടി. പക്ഷെ യു കെയിൽ വരുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ യു കെയിൽ ലൈഫ് ടൈം റെസിഡൻസ് PR അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ദുബായിലും ഗോൾഡൻ വിസ പോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ കൂടുതൽ ആളുകൾ യു കെയിലേക്ക് വന്നുകൊണ്ടിരുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ദുബായിലും ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ യു കെ ആണോ ദുബായ് ആണോ നല്ലതെന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുമ്പോൾ യു കെ എക്സ്പെൻസീവ് ആണ് ദുബായേക്കാളും. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നാൽ ബ്രിട്ടീഷുകാരെ അധികം കാണാൻ പറ്റത്തില്ല. കാരണം ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ടാക്സിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കൂടുതലും പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു തേർഡ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിലേക്കാണ്. ഇവിടുന്ന് പോയ ബ്രിട്ടീഷുകാരിൽ മെജോറിറ്റിയും ദുബായിലാണ് ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത്. കാരണം ലാസ്റ്റ് ഇയറിൽ തേർഡ് പ്ലേസ്, ഏറ്റവും അധികം പ്രോപ്പർട്ടി വാങ്ങിച്ചതിൽ തേർഡ് പ്ലേസ് ബ്രിട്ടീഷുകാരാണ്. പിന്നെ ആകെ ഒരു മേജർ ബെനിഫിറ്റ് യു കെ ഉള്ളത് യു കെയിലെ ക്ലൈമറ്റ് ആണ്. ദുബായ് നല്ല ചൂടാണ്, 45-50 ഡിഗ്രി വരെ ചൂട് വരും. യു കെയിൽ അങ്ങനെ ഒരു പ്രോബ്ലം അല്ല. യു കെയിലെ ക്ലൈമറ്റ് നല്ലതാണ്. ഇനി മൈഗ്രേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ആലോചിച്ച് മാത്രം മൈഗ്രേറ്റ് ചെയ്യുക.